ഖുശാംദീദ് ബച്ചോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് എക്സാമിന് ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസുമാണ്. നമുക്കറിയാം, നമ്മളുടെ രണ്ടാമത്തെ യൂണിറ്റിലെ മുഴുവൻ പാഠഭാഗങ്ങളും നമ്മുടെ ഈ എക്സാമിന് ഉണ്ടാവും. അതായത് 5 പാഠങ്ങൾ. ആ 5 പാഠങ്ങളിലെയും എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളും ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വളരെ വൃത്തിയായും കൃത്യമായും വീഡിയോ കാണുക. കണ്ടതിന് ശേഷം ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എക്സാംസ് കുറച്ചുകൂടി എളുപ്പമായി തീരും. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം, നമുക്കറിയാലോ 6 പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുക. അതിൽ തന്നെ കുറേ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. പിന്നെ ഇതിൽ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഏതെങ്കിലും 2 എണ്ണത്തിൽ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് ആദ്യത്തെ നമ്മുടെ പ്രവർത്തനം എന്താണെന്ന്. നീലു സ്കൂൾ ജാത്തി ഹേ, നീലു കെ ഹാത്ത് മേ എക് പൂൽ ഹേ, പൂൾ ദേഖ് കർ ഉസ്കി സഹേലി റാണി നെ പൂച്ച. എന്താണ് പറഞ്ഞത്? നീലു സ്കൂളിലേക്ക് പോവുകയാണ്. നീലുവിൻ്റെ കയ്യിൽ ഒരു പൂവുണ്ട്. പൂവ് കണ്ടിട്ട് അവളുടെ സഹേലി, അവളുടെ കൂട്ടുകാരിയായ റാണി ചോദിച്ചു. എന്തായിരിക്കും ചോദിക്കുക? റാണി പറയാണ് ആദാബ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഡാഷാണ് കൊടുത്തിരിക്കുന്നത്. ആരോടാണ് ആദാബ് പറയുന്നത്? നമുക്കറിയാം അല്ലേ. ഇനി ബാക്കി നീലു എന്തോ പറയുന്നുണ്ട്, അതിവിടെ എഴുതിയിട്ടില്ല. ഇനി പിന്നെ റാണി വീണ്ടും എന്തോ പറയുന്നുണ്ട്, ആപ്പ് കെ ഹാത്ത് മേ എന്ന് പറഞ്ഞിട്ട് ബാക്കി അവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണുള്ളത്. നീലു വീണ്ടും എന്തോ പറയുന്നുണ്ട്, യേ ഏക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ യേ കോൻസ എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും റാണി ചോദിക്കുന്നത്. അപ്പം നീലു വീണ്ടും എന്തോ പറയുന്നുണ്ട്. അപ്പം ഇനി എന്താണ് നമ്മുടെ പ്രവർത്തനം? ബച്ചോ നീലു ഓർ റാണി കെ ഗുഫ്തഗു പൂരാ കീജിയെ. നീലുവും റാണിയും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്യാൻ കഴിയും ഇല്ലേ. നോക്കൂ, ആദ്യം നമ്മുടെ റാണി ആദാബ് ആരോടാ പറയുന്നത്? നമുക്ക് എന്തായാലും അറിയാം, അത് നീലുവിനോടാണ് അല്ലേ. അപ്പോൾ അടുത്തത് എന്താണോ, എന്താ ഇങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങനെ സംസാരിക്കുന്നതിൽ ഫസ്റ്റ് ആദാബ് പറഞ്ഞ് അവിടെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ല ഇങ്ങനെ ഫുള്ള് ബ്ലാങ്കായി തന്നാലും നമുക്ക് ആദ്യം എന്ത് തന്നെയാണെങ്കിലും സംഭാഷണം തുടങ്ങുന്ന സമയത്ത് ആദാബ് വെച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പം തന്നെ നമുക്കൊരു 2 വരി എഴുതാൻ കഴിയും. അപ്പോൾ ഇവിടെ ആരോടായിരിക്കും പറയുന്നുണ്ടാവുക? ആദാബ് നീലു. വളരെ സിമ്പിളായിട്ടാണ്, നിങ്ങൾക്ക് അറിയും അല്ലേ. ആദാബ് നീലു. പിന്നെ ആദാബ് നീലു. അപ്പോൾ തിരിച്ച് റാണി എന്ത് പറയും? നീലു എന്ത് പറയും? അതെ, ആദാബ് റാണി എന്ന് പറയും അല്ലേ. എന്തായാലും നമ്മളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ച് നമ്മളും ഗുഡ് മോർണിംഗ് പറയുമല്ലോ. അതുപോലെ നമസ്കാരം പറഞ്ഞാൽ തിരിച്ചും പറയില്ലേ. അപ്പം റാണി വീണ്ടും ചോദിക്കുകയാണ്, ആപ്പ് കെ ഹാത്ത് മേ, നിൻ്റെ കയ്യിൽ. അപ്പം എന്തായിരിക്കും? നിൻ്റെ കയ്യിൽ എന്താണ് എന്നാണ് അല്ലേ. നമ്മളതിനെ പഠിച്ചിട്ടുണ്ട്, ക്യാ ഹേ അല്ലേ. ഇത് നമ്മൾ പഠിച്ച സംഭാഷണത്തിൻ്റെ തന്നെയാണ്, വേറൊരു രീതിയിൽ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പം നീലു എന്താ പറയുക? യേ ഏക്ക്. നീലുവിൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്? പൂലാണ് അല്ലേ. അപ്പോൾ യേ ഏക്ക് പൂൽ ഹേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു നരേഷൻ പാർട്ട് കൊടുത്തിട്ടില്ലേ, അതിൽ തന്നെ ഇതിലെല്ലാം ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ സിമ്പിളായി കിട്ടും. ബാക്കി വരി എന്താണ്? വീണ്ടും റാണി ചോദിക്കുന്നുണ്ട്, യേ കോൻ സാ, ഇത് എന്ത് പൂലാണെന്നല്ലേ ചോദിക്കുക. അപ്പോൾ നമുക്ക് യേ കോൻസ പൂൽ ഹേ, ഇത് എന്ത് പൂവാണ്? അപ്പം നീലുവിന് പറയാം അത് ഗുലാബാണ് അല്ലേ. യേ ഗുലാബ് ഹേ, നമ്മൾ ഗുലാബിൻ്റെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് എഴുതാം. യേ ഗുലാബ് ഹേ എന്ന് പറയാം, അതല്ലെങ്കിൽ യേ സൂരജ്മുഖി ഹേ എന്ന് പറയാം. അപ്പോൾ വളരെ സിമ്പിളായ രീതിയിൽ നമ്മൾ ഈ സംഭാഷണം പൂർത്തിയാക്കിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിലെ രണ്ടാമത്തെ പ്രവർത്തനമായിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? ഗുലാബ് കാ രംഗ് ക്യാ ഹേ, ഗുലാബിൻ്റെ നിറം. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഹര, ലാൽ, അതുപോലെ തന്നെ കാല എന്നാണ്. ഹര, ലാൽ, കാല. ഗുലാബിൻ്റെ രംഗ് എന്താണ്? നമുക്കറിയാം, ലാലാണ് അല്ലേ. ഗുലാബ് കാ രംഗ് ലാൽ ഹേ. അപ്പോൾ നമുക്ക് പൂവിൻ്റെ പേര് അറിഞ്ഞില്ലെങ്കിലും എന്താ ഇവിടെ കണ്ടില്ലേ, രണ്ടാമത്തതിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഒക്കെ നമ്മൾ കൃത്യമായിട്ട് വായിക്കുക.
കാരണം ഓരോ ക്വസ്റ്റ്യൻസ് തമ്മിലും എന്തെങ്കിലും ഒരു ചെറിയ എന്താ പറയുക ലിങ്കിങ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഏതെങ്കിലുമൊക്കെ വാക്കുകൾ അതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. രണ്ടാമത്തെ പ്രവർത്തനം ഇതാണ്. നീലു സ്കൂൾ പഹുഞ്ചി. നീലു അങ്ങനെ സ്കൂളിലെത്തി. അസംബ്ലി മേ ബച്ചെ ദുആ കർണയിലേക്ക്. അസംബ്ലിയിൽ കുട്ടികൾ പ്രാർത്ഥന തുടങ്ങി, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹർ ഹർ ചീസ് ബനായി തൂനെ, ദുനിയാ ഖൂബ് സജായി തൂനെ, താരോं को ചമക്കായ തൂനെ, റോഷൻ ചാന്ദ് ബനായ തൂനെ. നമ്മൾ ഈ കവിത എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ദുആയ നസ്മ എവിടെയും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. നമ്മുടെ മേരി ദുആയിൽ ഒരു ഹമാവാസ് അൽഫാസുകൾ കണ്ടുപിടിക്കാനായിട്ട് ഒരു പ്രവർത്തനം തന്നിട്ടുണ്ടായിരുന്നു. അതിൽ കൊടുത്ത കവിത തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ചോദ്യം തന്നിരിക്കുന്ന ഇതാണ്. ബച്ചു ഇസ് ദുആയ നസ്മ സെ ദോ ഹമാവാസ് അൽഫാസ് ചൂൻകർ ലിഖിയെ. 2 ഹമാവാസ് അൽഫാസുകൾ കണ്ടുപിടിച്ച് എഴുതണം. വളരെ സിമ്പിളല്ലേ? ഏതൊക്കെ? ഇതാ ഇവിടെ നോക്കൂ. ബനായി, സജായി, അതുപോലെ ചംഖായ, ബനായ. അപ്പോൾ ഹമാവാസ് അൽഫാസുകളായി. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പ്രവർത്തനം എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. അവിടെ ഞാൻ എയും ബി എന്നാണ് എഴുതിയിരിക്കുന്നത്, മാറിപ്പോയതാണ്. അടുത്ത നോക്കൂ. ഇസ്മേ ബച്ചെ ഹുദാ കെ ബാരെ മേ ക്യാ ക്യാ ബയാൻ കർത്തേ ഹേ ലിഖിയേ. ഇനി എന്താ പറഞ്ഞത്? ഇതിൽ കുട്ടികൾ ഹുദയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, എന്തൊക്കെയാണ് പറയുന്നത് എഴുതുക. ഇതെങ്ങനെ കൊടുത്തിട്ടുണ്ട്? ഹർ ഹർ ചീസ് കോ തൂനെ ബനായാ ഹെ. ആദ്യത്തെ വരിന് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഹർ ഹർ ചീസ് കോ തൂനെ ബനായാ ഹെ. ഇനി അടുത്തത് എന്തൊക്കെയാണ്? ഇതേപോലെ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. അതിൽ കണ്ടോ, ഒന്നാമതായിട്ട് ഈ ഹർ ഹർ കൊടുത്തു, പിന്നെ ചീസ്, പിന്നെ ഇവിടെ ഇടയിൽ ഒരു കോ കൊടുത്തു അല്ലേ? ഹർ ഹർ ചീസ് കോ തൂനെ. ഇത് നാലാമതായി കൊടുത്തു, തൂനെ ബനായി ഹേ എന്ന് കൊടുത്തു അല്ലേ? അല്ലെങ്കിൽ ബനായാ ഹേ എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഓർഡറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം രണ്ടാമത്തെ വരിയെ? ദുനിയാ ഹൂബ് സജായി തൂനെ എന്നാണ് അല്ലേ? അപ്പോൾ ദുനിയ തൂനെ ഹൂബ് സജായാ ഹെ അങ്ങനെ എഴുതാം. ഓക്കെ, ദുനിയ തൂനെ അല്ലെങ്കിൽ യേ ദുനിയ തൂനെ ഹൂബ് സജായാ ഹെ. പിന്നെ താരോं को തൂനെ ചമക്കായാ ഹെ, താരോं को തൂനെ ചമക്കായാ ഹെ. അതുപോലെ തന്നെ റോഷൻ ചാന്ദ് കോ തൂനെ ബനായാ ഹെ. അങ്ങനെ ആദ്യത്തെ വരിയുടെ ആ ഒരു രീതി നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹർ ഹർ ചീസ് എന്ന് പറയുന്നത് ഒരൊറ്റ വാക്കാണ് കേട്ടോ. ഓരോ വസ്തുക്കളും എന്നുള്ള ആ ഒരു ഇതാണ്. ആ ഹർ ഹർ എന്ന് പറഞ്ഞാൽ ഓരോ, ഹർ ഹർ ചീസ് ഓരോ ഓരോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയില്ലല്ലോ, ഓരോ വസ്തുക്കൾ. അപ്പോൾ ഇതിന് നമുക്ക് 2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, ശരിക്കും 1 തന്നെയാണിത് കേട്ടോ. അതാണ് ഇതിൽ അതേ ഒരു ഓർഡറിലാണെന്നുണ്ടെങ്കിൽ ദുനിയ തൂനെ ഹൂബ് സജായാ ഹെ. ദാ ഇങ്ങനെ ദുനിയ തൂനെ ഹൂബ് സജായാ ഹെ. ഓക്കെ, അവസാനം അതുപോലെ തന്നെ താരോं को തൂനെ ചമക്കായാ ഹെ. മനസ്സിലായോ? അപ്പോൾ ഈ ഹമാവാസ് അൽഫാസുകൾ വരുന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവസാനം വരുന്നുണ്ട്. അതിന് ശേഷം ഹേ വരുന്നു അല്ലേ? ഹേ ആണ് എല്ലാത്തിൻ്റെ അവസാനം. അപ്പം അതിന് മുന്നായിട്ട് നമ്മുടെ ഹമാവാസ് അൽഫാസുകൾ വരുന്നുണ്ട്. അതിന് മുന്നേ തൂനെ എന്നുള്ളത് വരുന്നു. പിന്നെ ഇതിലൊക്കെയോ കോ എന്നുള്ളത് വരുന്നു. എന്നിട്ട് ഈ ഫസ്റ്റത്തെ സംഭവങ്ങൾ ആദ്യം വരുന്നുണ്ട്. അങ്ങനെ ആക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഇതിലെന്താ പറയുന്നത് നമ്മുടെ സിമ്പിൾ വേർഡ്സിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇതിലെന്താ അർത്ഥം പറയുന്നത്? ഈ ഓരോ വസ്തുക്കളെയും നിർമ്മിച്ചത് നീയാണ്, ഈ ലോകത്തെ ഇങ്ങനെ അലങ്കരിച്ചത് നീയാണ്, നന്നായി അലങ്കരിച്ചത് നീയാണ്, അതുപോലെ തന്നെ നക്ഷത്രങ്ങളെയൊക്കെ തിളങ്ങിപ്പിച്ചത് നീയാണ്, പിന്നെയോ റോഷൻ ചാന്ദ് തിളങ്ങുന്ന അല്ലെങ്കിൽ വെളിച്ചമുള്ള ചന്ദ്രനെ ഉണ്ടാക്കിയത് നീയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളോട് നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളായ പ്രവർത്തനമാണ്. ഒന്നാമത്തെ വരി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനം നോക്കുന്നതിന് മുന്നേ നമുക്ക് എന്തായാലും ഈ വരികൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഇവിടെ ഒന്ന് എഴുതാം അല്ലേ? ഇതാ ഹർ ഹർ ചീസ് കോ തൂനെ ബനായാ ഹെ. ഹർ ഹർ ചീസ് കോ തൂനെ ബനായാ ഹെ എന്നാണ് ആദ്യത്തെ സെൻറ്റൻസായി എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് ദുനിയ ഹൂബ് സജായി തൂനെ എന്നുള്ളതിനെ എങ്ങനെയാണ് നമ്മൾ എഴുതാൻ പോണത്? ദുനിയ ഇതാ ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. ദുനിയ ഇങ്ങനെ എഴുതാം. ദുനിയ
അല്ലെങ്കിൽ യേ ദുനിയ തൂനെ ഖൂബ് സജായ ഹേ. പിന്നെന്താണ്? റോഷൻ ചാന്ദ് കോ തൂനെ ചംകായ ഹേ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് എഴുതാൻ ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പുതിയതായിട്ട് ഒരു വേർഡ്സും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ. എല്ലാം അതിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സർഗർമിയാണ് കേട്ടോ. നോക്കൂ, അടുത്തത് ഇതാണ്. അസംബ്ലി ഖത്തം ഹുവ ക്ലാസ് മേ ടീച്ചറായി. അസംബ്ലി കഴിഞ്ഞു, ക്ലാസ്സിൽ ടീച്ചർ വന്നു. ടീച്ചറിനെ ബച്ചോ സെ അപ്നെ സ്കൂൾ കെ ബാരെ മേ ലിഖ്നെ കോ കഹം. ടീച്ചർ കുട്ടികളോട് തൻ്റെ സ്കൂളിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു. നീലു സ്കൂൾ കെ ബാരെ മേ ലിഖ്നെ ലഗ. നീലു സ്കൂളിനെ കുറിച്ച് എഴുതാൻ തുടങ്ങി. അപ്പം നമ്മൾ ഇതിൽ എന്താണ് ചെയ്യേണ്ടത്? അതെ, നമ്മുടെ സ്കൂളിനെ കുറിച്ച് കുറച്ച് വരികൾ തയ്യാറാക്കണം. നോക്കുക, ഇവിടെ യേ ഹമാര എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഡാഷ് ഹേ, പിന്നെ ഹമാര, പിന്നെ വീണ്ടും ഇവിടെ ഗ്യാപ്പ് വിട്ടിരിക്കുന്നു, എന്നിട്ട് ഹേ കൊടുത്തിരിക്കുന്നു. സ്കൂൾ മേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അടുത്ത വരി ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്യാര, സ്കൂൾ, ബാ, മൈദാൻ, ഖൂബ് സൂറത്ത് തുടങ്ങിയ വാക്കുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവയുപയോഗിച്ചിട്ട് ഇവിടെ ജുംല തയ്യാറാക്കണം. നോക്കൂ, ഈ ഹമാര സ്കൂളിനെ കുറിച്ചാണ് എഴുതുന്നത് അല്ലേ. ഇത് ഞങ്ങളുടെ, അല്ലെങ്കിൽ ഇത് നമ്മുടെ എന്നൊക്കെ പറയാം അല്ലേ. ഇത് ഞങ്ങളുടെ എന്തായിരിക്കും? എന്തിനെക്കുറിച്ചാണ് എഴുതുന്നത്? നമുക്കറിയാം, സ്കൂളാണ്. അപ്പോൾ ഈ ഹമാര സ്കൂൾ ഹേ, ഹമാര സ്കൂൾ, നമ്മുടെ സ്കൂള് പ്യാരാ ഹേ എന്ന് എഴുതാം അല്ലേ. അല്ലെങ്കിൽ ഹൗബ് സൂറത്ത് ഹേ എന്ന് എഴുതാം. ഹമാര സ്കൂൾ പ്യാരാ ഹേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഹമാരാ സ്കൂൾ പ്യാരാ ഹേ എവിടെയുണ്ട്? സ്കൂൾ മേ മൈദാൻ ഹേ അല്ലേ. സ്കൂൾ മേ മൈദാൻ ഹേ. പിന്നെ സ്കൂൾ മേ ബാ ഹേ, അല്ലെങ്കിൽ സ്കൂൾ മേ ഖൂബ് സൂറത്ത് ബാ ഹേ. പിന്നെ വീണ്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹമാര സ്കൂൾ പ്യാരാ പ്യാരാ ഹേ എന്ന് എഴുതാം. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ ഹമാര സ്കൂൾ ബഹുത്ത് ഖൂബ് സൂറത്ത് ഹേ എന്ന് എഴുതാം. അങ്ങനെ അല്ലെങ്കിൽ ഹമാര സ്കൂൾ ബഹുത്ത്, അല്ലെങ്കിൽ ഹമാര സ്കൂൾ മുജെ ബഹുത്ത് പസന്ത് ഹേ എന്ന് എഴുതാം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ സ്കൂളിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഈ വാക്കുകളൊക്കെ പഠിച്ചു വയ്ക്കുക. പ്യാര പ്രിയപ്പെട്ട, ബാ അതുപോലെ തന്നെ മൈദാൻ, ഖൂബ് സൂറത്ത്, ഇങ്ങനെയുള്ള വാക്കുകൾ. അതുപോലെ തന്നെ ഹമാര നമ്മുടെ, അല്ലെങ്കിൽ യേ, അതുപോലെ തന്നെ ഹേ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം സ്കൂളിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ, വീടിനെക്കുറിച്ച് അല്ലെങ്കിൽ പൂന്തോട്ടത്തിനെക്കുറിച്ച് എന്തിനെക്കുറിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാക്കുകളുണ്ടെങ്കിൽ പറ്റും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ സർഗർമിയിൽ രണ്ടാമത്തെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ബച്ചോ ഇസ്മെ നാ മുനാസിബ് കോൻസാഹി. കുട്ടികളെ ഇതിൽ അനുയോജ്യമല്ലാത്തത് ഏതാണ്? നമ്മൾ ഓഡ് വൺ എന്നൊക്കെ പറയില്ലേ, അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സ്കൂൾ, അമ്മി, ടീച്ചർ, കിതാബ്. ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നാ മുനാസിബായിട്ടുള്ളത് ഏതാണ്? അമ്മിയാണ്. കാരണം എന്താ? ബാക്കിയെല്ലാം സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവുമല്ലോ, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തത് ഇതാണ്, നാലാമത്തേത്. ഇൻ്റർവെൽ കെ വക്ത് നീലു ഓർ ദോസ്തവും മൈതാൻ മേ ഖേൽനെ ഗയ. ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് നീലുവും കൂട്ടുകാരും കൂടെ മൈതാനത്ത് കളിക്കാനായി പോയി. ഇനി ഇതിൻ്റെ ചോദ്യമാണ്, ബച്ചോ കിസി ചാർ ഖേൽ കെ നാം ലിഖി. ഏതെങ്കിലും ഒരു 4 കളികളുടെ പേരെഴുതുക. ഏതെങ്കിലും ഒരു 4 കളികളുടെ പേരെഴുതുക. കളികളുടെ പേര് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ അല്ലേ. എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ക്രിക്കറ്റ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫുട്ബോൾ പഠിച്ചിട്ടുണ്ട്, പിന്നെയോ ഹോക്കി പഠിച്ചിട്ടുണ്ട്, അങ്ക് മച്ചോലി പഠിച്ചിട്ടുണ്ട്, കബഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു 4 കളികളുടെ പേര് പഠിക്കണം. കളിയെ പറയുന്ന പേരെന്താണ്? ഖേൽ കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ പഠിക്കേണ്ടതാണ്. ഇനി നോക്കൂ,
അടുത്ത പ്രവർത്തനമായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഖേൽ കെ ദൗറാൻ ബച്ചി കഹ്നെ ലഗ. കളിക്കിടയിൽ കുട്ടികൾ പറയുകയാണ് കേട്ടോ, ഗേന്ദ് സേ ഫുട്ബോൾ ഖേൽത്തേ ഹേ, ഗേന്ദ് സേ ഫുട്ബോൾ ഖേൽത്തേ ഹേ. നമുക്കറിയാലോ, നമ്മളിത് പഠിച്ചിട്ടില്ലേ, പന്ത് കൊണ്ടാണ് ഫുട്ബോൾ കളിക്കുന്നത്. ഇനി ഇവിടെ ഒരു 3 നമ്മൾ എഴുതാനായി കൊടുത്തിട്ടുണ്ട്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആപ്പ് ബി ഖേൽ കെ ബാരെ മേ ജുംലെ ബത്തായി. നമ്മളും എന്ത് ചെയ്യണം? ഇതുപോലെ കളിയെക്കുറിച്ച് ഇങ്ങനെയുള്ള ജുംല പറയണം. നമ്മളിത് പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ? നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ചും ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ബല്ലാസേ, നമ്മളിത് പഠിച്ചതാണ്. ക്രിക്കറ്റ് കേൽത്തേ ഹേ. പിന്നെ ഹോക്കി സ്റ്റിക്ക് സേ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓർമ്മയില്ലേ? ഹോക്കി സ്റ്റിക്ക് സേ ഹോക്കി കേൽത്തേ ഹേ. പിന്നെയോ ഷട്ടിൽ ബാറ്റ് സേ, ഷട്ടിൽ ബാറ്റ് സേ ഷട്ടിൽ കേൽത്തേ ഹേ. അപ്പോൾ ഇതും നമ്മൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ പ്രവർത്തനം. ഇനി നമുക്ക് നമ്മുടെ ഇതിലൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കറിയാലോ 2 ഓപ്ഷൻ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇതിലൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓപ്ഷൻ. അപ്നെ പസന്ദീദ ഖേൽ കെ ബാരെ മേ ജുംലെ ലിഖി. എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളിയെക്കുറിച്ച് ജുംല തയ്യാറാക്കുക. എന്നിട്ട് ഇവിടെ ഒരെണ്ണം കൊടുത്തുകയാണ്, യേ ക്രിക്കറ്റ് ഹേ, ഇത് ക്രിക്കറ്റാണ്, ക്രിക്കറ്റ് ഏക് ഡാഷ് ഹേ. പിന്നെ ഒരു 3-4 വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൂരിപ്പിക്കണം. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. മൈദാൻ, ബല്ല, ദോ ടീം, അച്ഛ. അപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ക്രിക്കറ്റിനെ കുറിച്ച് എഴുതണം. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ക്രിക്കറ്റിനെ കുറിച്ച് മാത്രമല്ല, ഏത് കളിയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാലും നമ്മൾ ഇതേപോലെ എഴുതുക. അപ്പോൾ ഈ ക്രിക്കറ്റ് ഹേ, ക്രിക്കറ്റ് ആയതുകൊണ്ട് ഈ ക്രിക്കറ്റ് ഹേ പറഞ്ഞു. ഇത് ഫുട്ബോൾ ആണെങ്കിൽ ഈ ഫുട്ബോൾ ഹേ എന്ന് എഴുതാം അല്ലേ? ഇവിടെ ചിത്രമൊന്നുമില്ല എങ്കിലും, അല്ലെങ്കിൽ മേരാ പസന്ദീദ ഖേൽ ക്രിക്കറ്റ് ഹേ, അങ്ങനെയും നമുക്ക് എഴുതാം. ഓക്കെ. ഇനി ക്രിക്കറ്റ് ഏക്ക് അച്ഛാ ഖേൽ ഹേ, ക്രിക്കറ്റ് ഒരു നല്ല കളിയാണ് അല്ലേ? ക്രിക്കറ്റേക്ക് അച്ഛാ ഖേൽ ഹേ, കളി എന്നുള്ള വാക്ക് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ അച്ഛാ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? നല്ലത്, നല്ല എന്നൊക്കെ പറയുന്ന വാക്കാണ്. ഇനി ക്രിക്കറ്റ് മൈദാൻ മേ ഖേൽത്തേ ഹേ, ഇത് നമുക്ക് പഠിക്കേണ്ട ഒരിതാണ് കേട്ടോ. ഏത് കളിയെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഫുട്ബോളിനെ കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും മൈതാനത്താണ് കളിക്കുന്നതെന്ന് എഴുതാം. ക്രിക്കറ്റ് മൈദാൻ മേ ഖേൽത്തേ ഹേ. പിന്നെ ഇസ്മേ ദോ ടീം ഹേ, 2 ടീമുണ്ട് അല്ലേ? 2 ടീമുള്ള കളികളിലൊക്കെ നമുക്കിത് എഴുതാം. ഇസ്മേ ദോ ടീം ഹോത്തേ ഹേ. പിന്നെയോ ബല്ലാസേ ക്രിക്കറ്റ് കേൽത്തേ ഹേ. അപ്പോൾ നമ്മൾ അപ്പോഴേ പഠിച്ച ആ ഒരു വാചകം ഉണ്ടല്ലോ, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജുംല തയ്യാറാക്കാനും ഒക്കെ അത് ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മൾ പഠിക്കുക, കളികളുടെ പേരും എന്തൊക്കെ കൊണ്ടാണ് കളിക്കുന്നത് എന്ന് പഠിക്കുക. അതുപോലെ തന്നെ മൈതാനത്താണ് കളിക്കുന്നതെന്ന് പഠിക്കുക. അതുപോലെ തന്നെ ക്രിക്കറ്റ് ഏക് അച്ഛാ ഖേൽ ഹേ എന്ന് പറഞ്ഞ പോലെ, അതുപോലെ തന്നെ ഫുട്ബോൾ ഏക് അച്ഛാ ഖേൽ ഹേ, അത് നിങ്ങൾ പഠിക്കുക. ആ സെൻറ്റൻസൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കളിയെക്കുറിച്ചും നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ഇത് 5ാമത്തെയാണ് കേട്ടോ. പറയുന്നതിനുള്ളിൽ കുറേ തെറ്റുകളൊക്കെ വരുന്നുണ്ട് അല്ലേ? ശരി, നോക്കൂ. खेल के बाद टीचर क्लास में गांधी जी के बारे में एक कहानी पेश किया. കളിയുടെ ശേഷം അല്ലെങ്കിൽ കളിക്ക് ശേഷം ടീച്ചർ ക്ലാസ്സിൽ ഗാന്ധിജിയെക്കുറിച്ച് ഒരു കഥ അവതരിപ്പിച്ചു. ഉസ്കെ ബാദ് ഗാന്ധിജി കി തസ്വീർ ദിഖാകർ കഹ്നെ ലഗ. അതിനുശേഷം ഗാന്ധിജിയുടെ ചിത്രം കാണിച്ചിട്ട് പറയാൻ തുടങ്ങി, ഈ ഗാന്ധിജി ഹേ, ഇത് ഗാന്ധിജിയാണ്. ഈ ഹമാരെ ബാബായെ കൗം ഹേ, ഇത് നമ്മുടെ ബാബായെ കൗമാണ്, അഥവാ രാഷ്ട്ര പിതാവാണ്. ഗാന്ധിജി കാ പൂരാ നാം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഹേ. ഗാന്ധിജിയുടെ പൂർണ്ണമായ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. ബച്ചോ ഗാന്ധിജി കോ പ്യാർ സേ ബാപ്പുജി പുക്കാർത്തേ ഹേ. കുട്ടികൾ സ്നേഹത്തോടെ ഗാന്ധിജിയെ ബാപ്പുജി എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ് അല്ലേ? ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജവഹർലാൽ നെഹ്റുവിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ആസാദിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുമുണ്ട് ഇല്ലേ? ഇനി ഇതിലെന്താ തന്നിരിക്കുന്നത് നോക്കൂ. ഇസി തര നെഹ്റു കെ ബാരെ മേ ലിഖി. ഇതുപോലെ നമ്മൾ ആരെക്കുറിച്ച് എഴുതണം? നെഹ്റുവിനെ കുറിച്ച് എഴുതണം. എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഏ നെഹ്റു ഹേ, ഇത് നെഹ്റു ആണ്.
നമ്മൾ ഇത് എഴുതുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ഇത് ഗാന്ധിജിയെക്കുറിച്ച് തന്നത് നന്നായി വായിക്കുക, നന്നായി വായിച്ച് മനസ്സിലാക്കുക. നോക്കൂ, യേ ഗാന്ധിജി ഹേ, യേ ഹമാരെ ബാബായെ കൗം ഹേ, ഗാന്ധിജി കാ പൂരാ നാം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഹേ, ബച്ചോ ഗാന്ധിജി കോ പ്യാർ സേ ബാപ്പുജി പുകാർത്തേ ഹേ. അപ്പോൾ ഇതിൽ പറഞ്ഞത് ഗാന്ധിജിയാണെന്നുള്ളത്, ആദ്യത്തേൽ രാഷ്ട്രപതിയാണെന്നുള്ളത്, അതുപോലെ തന്നെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് പൂർണ്ണമായ പേര്, ബാപ്പുജി എന്ന് വിളിക്കുന്നു. അപ്പം നമുക്ക് ആകെ ഈ ഒരു 4 വാക്കുകളാണ് ആകെ മാറ്റേണ്ടുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ചെയ്യാം? ഇത് തന്നെ എഴുതാൻ പറ്റും. കണ്ടോ, ഗാന്ധിജി എന്നുള്ള വാക്ക്, ബാബായെ കൗം എന്നുള്ള വാക്ക്, അതുപോലെ തന്നെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നുള്ള ആ പേര്, ബാപ്പുജി എന്നുള്ളത്. ഇതിന് പകരം നെഹ്റുവിനെ കുറിച്ച് എന്തൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം? നെഹ്റു എന്ന് എഴുതാൻ പഠിക്കണം അല്ലേ? നെഹ്റു അവിടെ കൊടുത്തിട്ടുണ്ട്. നെഹ്റു ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ നമുക്കറിയാം പ്രധാനമന്ത്രിയാണ്, വസീറെ അസമാണ്. അപ്പോൾ നമ്മൾ അത് പഠിക്കണം. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു എന്നാണ് പൂർണ്ണമായ പേര്, അത് പഠിക്കണം. ബാപ്പുജി എന്നല്ല, ചാച്ചാജി എന്നാണ് നമ്മൾ കുട്ടികൾ അവരെ വിളിക്കുക. അപ്പോൾ ആ വാക്കുകളും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നോക്കി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. യേ നെഹ്റു ഹേ, പിന്നെ യേ ഹമാരെ വസീറെ അസം ഹേ, പഹല വസീറെ അസമാണ് കേട്ടോ, വസീറെ അസം ഹേ. പിന്നെ നെഹ്റു കാ പൂരാ നാം ജവഹർലാൽ നെഹ്റു ഹേ, बच्चों नेहरू को प्यार से ചാച്ചാജി പുകാർത്തേ ഹേ. അപ്പോൾ നമ്മളിത് പഠിച്ചു വെക്കുക. ഓക്കെ, അതേപോലെ ഇനിയിപ്പോൾ ആസാദിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ആസാദ് മൗലാന അബുൽ കലാം ആസാദ് എന്നാണ് അവരുടെ പൂർണ്ണമായ പേര്. അതുപോലെ തന്നെ നമ്മുടെ വസീറെ താലീമാണ് ആര് ആസാദ്. അതുപോലെ തന്നെ ഉറുദു അദേബാണ്, ഉറുദുവിലെ സാഹിത്യകാരനാണ് ആസാദ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവരെക്കുറിച്ചും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഒന്നിവിടെ എഴുതാൻ, ജസ്റ്റ് വസീറെ താലീം, പിന്നെ മൗലാന അബുൽ കലാം ആസാദ്, പൂർണ്ണമായ പേര് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഉറുദു അദേബ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആസാദിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെക്കുറിച്ചും ഇതുപോലെ എഴുതാൻ കഴിയും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഇതിൽ രണ്ടാമത്തെ ഒരു പ്രവർത്തനം കൂടി കൊടുത്തിട്ടുണ്ട്. ഹമാരി പഹല വസീറെ അസം കോൻ ഹേ, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഗാന്ധിജിയാണോ, ആസാദാണോ, നെഹ്റു ആണോ? നെഹ്റു ആണ് അല്ലേ? ഇപ്പം നെഹ്റുവിനെ കുറിച്ച് എഴുതുന്നതിന് മുന്നേ നമ്മൾ ഇതൊരെണ്ണം വായിച്ചതാണെങ്കിൽ ഈ വരി വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ഹമാരെ പഹല വസീറെ അസം ഹേ, നെഹ്റു ഹമാരെ പഹല വസീറെ അസം ഹേ. അപ്പോൾ ഇതാണ് ഈ സർഗർമി. ഇനി അടുത്തത് നോക്കാം. നമ്മുടെ അടുത്ത സർഗർമി ഇതാണ്. രാത് കോ നീലു എക് കലണ്ടർ തയ്യാർ കർ രഹി ഹി, രാത്രി നീലു ഒരു കലണ്ടർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്മേ ചന്ദ് ദിനോ നെഹി ഹി, പക്ഷേ അതിൽ കുറച്ച് ദിവസങ്ങൾ ഇല്ല. ഇസേ ടൂണ്ട് കർ ലിഖോ, അത് തിരഞ്ഞെഴുതാനാണ് പറയുന്നത്, കണ്ടുപിടിച്ചെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കലണ്ടർ. കണ്ടോ, ഇത് ഏത് മാസത്തെ കലണ്ടറാണ്? ഡിസംബറിലെ കലണ്ടറാണ്. കാണുന്നില്ലേ? അപ്പോൾ ഇതിൽ എല്ലാ ഡേറ്റുകളും കൊടുത്തിട്ടുണ്ട്. മുകളിൽ കുറച്ചെണ്ണം മിസ്സിങ് ആണ് അല്ലേ? ഇതുവാറുണ്ട്, പീറുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങൾ ഏതാണെന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം. ഏതാണിത്? മംഗളാണ്. അതുപോലെ തന്നെ ഇവിടെ ബുധുണ്ട്. ഇനി ജമീറാത്താണ് അല്ലേ? ജമീറാത്താണ്. ജുമ അവിടെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഏതാ? ശനീച്ചറാണ് അല്ലേ? അപ്പോൾ ഇതാണ് ആ പ്രവർത്തനം. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എന്താ പറഞ്ഞത്? നമ്മൾ ഈ ദിവസങ്ങളുടെ പേര് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ, 1 2 3 4, ഇതിൻ്റെ ഞാൻ അക്കത്തിലാണ് എഴുതിയിട്ടുള്ളത്, അക്ഷരത്തിലുള്ളത് എഴുതിയിട്ടില്ല. അക്കത്തിലും അക്ഷരത്തിലും ഉള്ളതൊക്കെ നിങ്ങൾ പഠിക്കുക, പരീക്ഷയ്ക്ക് വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇത് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഇതിൽ രണ്ടാമത്തെ പ്രവർത്തനമായിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ജോഡ് കർ ലിഖിയെ. ജോഡ് കർ ലിഖിയെ എന്ന് പറഞ്ഞാൽ എന്താണ്? യോജിപ്പിച്ച് എഴുതുക. 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. ദാന്ത് സേ, ആങ്ക് സേ, നാക്ക് സേ, കാൻ സേ, ഇതാണ് ആദ്യത്തെ കുളത്തിൽ. ദേഖ്തേ ഹേ, സുൻതേ ഹേ, ചബാത്തേ ഹേ,
സൂങ്ക്തേ ഹെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ ദാന്ത്. യെസ്, ദാന്ത് പല്ലാണ്. ദാന്ത് സേ ചബാത്തേ ഹെ അല്ലേ, ചവയ്ക്കുന്നു. ആങ്ക് സേ ദേഖ്തേ ഹെ. നാക്ക് സേ എന്ത് ചെയ്യുന്നുണ്ട്, സൂങ്ക്തേ ഹെ. കാൻ സേ സുൻതേ ഹെ. അപ്പോൾ ഇതും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായിരുന്നു അല്ലേ നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലേ, നമുക്ക് ഒരു സർഗർമ്മയായിരുന്നില്ലേ. അപ്പോൾ ഇത് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവയൊക്കെ നന്നായി പഠിക്കുക. ഇതൊക്കെ നന്നായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നന്നായി പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഹുദാ ഹാഫിസ്.